ഹലോ ഡിയർ സ്റ്റുഡൻസ്, റാംസ് ലേണിംഗ് സെന്ററിന്റെ അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. +1 ക്ലാസ്സിന്റെ അക്കൗണ്ടൻസിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യമായി ചാപ്റ്റർ 1 ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുന്നതെന്നൊന്ന് നോക്കാം. ആദ്യമായിട്ട് ലേൺ മീനിങ് ആൻഡ് നീഡ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ അർത്ഥവും അതിന്റെ ആവശ്യകതയും നമ്മൾ പഠിക്കും. രണ്ടാമതായിട്ട് അണ്ടർസ്റ്റാൻഡ് അക്കൗണ്ടിങ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഒരു ഇൻഫോർമേഷൻ സോഴ്സ് എന്നുള്ള രീതിയിൽ അക്കൗണ്ടിങ്ങിനെ എങ്ങനെ മനസ്സിലാക്കാം, ഇത് നമ്മൾ പഠിക്കും. പിന്നീട് ഐഡന്റിഫൈ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഇത് നമ്മൾ വിശദമായിട്ട് പഠിക്കും. പിന്നീട് എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ ഒബ്ജക്റ്റീവ്സ്, അതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ്ങിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അവസാനമായി ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് അക്കൗണ്ടിങ്. ഒരു സ്ഥാപനത്തില് അക്കൗണ്ടിങ്ങിന്റെ റോൾ എന്താണ്, എന്ത് ഭാഗമാണ്, അല്ലെ എന്താണ് അക്കൗണ്ടിങ്ങിന്റെ കോൺട്രിബ്യൂഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചു പോകാൻ പോകുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അക്കൗണ്ടിങ് പഠനത്തിന് ആമുഖമായിട്ട്, ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു പോകുന്നു. ആദ്യമേ നമ്മൾ ബിസിനസ് സംരംഭങ്ങൾ, ഏതൊക്കെ രീതിയിലുള്ള ബിസിനസ് സംരംഭങ്ങളാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്, അത് നമുക്കൊന്ന് പരിചയിച്ചിരിക്കാം. ആദ്യമായിട്ട് നമ്മളൊരു ഏറ്റവും ചെറിയ കച്ചവടം, സിമ്പിൾ സെല്ലിംഗ്, നമ്മൾ ഈ ഒരു ചിത്രത്തിലേക്കൊന്ന് നോക്കുക. ഇവിടെ നമ്മളൊരു വഴിയോര കച്ചവടക്കാരനെയാണ് കാണുന്നത്. വഴിയരികിലിരുന്ന് മീൻ കച്ചവടം ചെയ്യുന്നു. ഇത് ഏറ്റവും ചെറിയ ഫോമിലുള്ള ഒരു കച്ചവടമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഇദ്ദേഹത്തിന് വലിയ ഇൻവെസ്റ്റ്മെന്റുകളൊന്നുമില്ല. അദ്ദേഹം രാവിലെ മീൻ എവിടെന്നെങ്കിലും മേടിക്കുന്നു, അത് വിറ്റ് കഴിയുമ്പോൾ അദ്ദേഹം കിട്ടിയ കാശ്, മീൻ മേടിക്കാൻ കൊടുത്ത കാശ്, ഇത് തമ്മിൽ കൂട്ടിക്കഴിച്ച് നോക്കുന്നു. വിറ്റ് കിട്ടിയ പൈസയിൽ നിന്ന് കൊടുത്ത വിലയായി കൊടുത്ത പൈസ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ലാഭം അദ്ദേഹത്തിന് കിട്ടും. ഇത് മിക്കവാറും എങ്ങും എഴുതി വെക്കാറ് പോലും ഉണ്ടാകത്തില്ല. എല്ലാം പുള്ളി മെന്റൽ കണക്കായിട്ട്, മനക്കണക്കായിട്ട് കൂട്ടി നോക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഏറ്റവും ചെറിയ ഫോം ഓഫ് സെയിൽസും അവിടെ നടക്കുന്ന ഒരു അക്കൗണ്ടിങ് ലാഭനഷ്ട കണക്കുകളുടെ കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായി നമുക്ക് കുറച്ചുകൂടെ വലിയ ഒരു സെറ്റപ്പിലുള്ള ഒരു കച്ചവടക്കാരനെ നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ കാണുന്ന ഷോപ്പുകള്, സ്റ്റോളുകള്, ഒരു പ്രൊവിഷൻ സ്റ്റോറ്, അവിടെയൊക്കെ എങ്ങനെയാണ്, അതിന്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ചിത്രത്തിലേക്ക് നോക്കുക നിങ്ങൾ. ഇത് കാണുമ്പോൾ നമുക്ക് ഒരു ഷോപ്പിന്റെ ഏകദേശം ഐഡിയ നമുക്ക് അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവിൽ കൂടെ ഇതിനെ നോക്കണം. ഈ ഒരു കച്ചവടക്കാരന്, ഇദ്ദേഹത്തിന് ഒരു കടമുറി വേണം. അത് ഐദർ വാടകയ്ക്കുള്ളതാകാം, അല്ലെങ്കിൽ ഓൺ പ്രോപ്പർട്ടി ആകാം. അപ്പോൾ ഒരു കടമുറി വേണം. പിന്നെ കടമുറികളിൽ വിൽക്കേണ്ട സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ വേണം, ഇലക്ട്രിസിറ്റി വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പുള്ളിക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നുണ്ട്.
ഇവിടെ പുള്ളി ഇവിടെയാണെങ്കിലും അക്കൗണ്ടിങ് ഒരു സെമി ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ അക്കൗണ്ടിങ് ഇവിടെ ഉണ്ടാകണമെന്നില്ല. ആരെങ്കിലും കടം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് കുറിച്ച് വെക്കാൻ ഒരു ഡയറി കാണും. ബാക്കിയുള്ളതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ വിറ്റ് കിട്ടിയത് മൈനസ് സാധനം വാങ്ങിയ വിലയൊക്കെ കുറച്ച് നോക്കി ഒരു ലാഭനഷ്ട കണക്ക് എടുക്കുന്നതേ ഉള്ളൂ. ഇനി പ്രോപ്പർ അക്കൗണ്ടിങ് ആയിക്കൊള്ളുന്നില്ല എങ്കിലും സാധാരണഗതിയിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പം ഇതും നമ്മളൊന്ന് പരിചയിച്ചിരിക്കുക, ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക, രസകരമാണ്. ഇനി നമ്മൾ നോക്കുന്നത് ട്രേഡിംഗ് ഫേംസ് ആണ്. ട്രേഡിംഗ് ഫേം എന്ന് പറയുമ്പോൾ സാധനങ്ങൾ ബൾക്കായിട്ട് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് ഒരു ഗോഡൗൺ ഒക്കെ കാണും. സ്റ്റോക്ക് ചെയ്ത് അവിടെ നിന്ന് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. ചെറുകിട കച്ചവടക്കാർക്കും പിന്നെ മറ്റ് ഉപഭോക്താക്കൾക്കും മറ്റ് ആവശ്യക്കാർക്കും എത്തിച്ചു കൊടുക്കുക. ട്രേഡിംഗ് ഫേംസ്. ട്രേഡിംഗ് ഫേംസ് ഒന്ന് മനസ്സിലാക്കാൻ അതിനൊരു ചെറിയൊരു ചിത്രമുണ്ട്, അത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഒരു ഗോഡൗൺ ഒക്കെ ഉണ്ട്. ലോറിയിൽ സാധനങ്ങൾ ഒക്കെ ഓരോ സ്ഥലത്തോട്ടും എത്തിച്ച് കൊടുക്കുന്ന ഒരു ചിത്രമാണ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ചിത്രരചനാ വൈഭവം ഒന്നും കണ്ട് അത്ഭുതപ്പെടണ്ട, അതൊക്കെ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോ ഇവിടെ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നല്ല ഒരു പ്രോപ്പർ അക്കൗണ്ടിങ്, ഓർഗനൈസ്ഡ് ഫോം ഓഫ് അക്കൗണ്ടിങ് തന്നെ വേണ്ടി വരും. ഇവിടെ തൊട്ടാണ് ശരിക്കും ഒരു അക്കൗണ്ടിങ്ങിന്റെ എല്ലാ അതിന്റെ സങ്കേതങ്ങളും എല്ലാ ടെക്നിക്സും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോ ഇത് നമ്മൾ കണ്ടു, ട്രേഡിംഗ് ഫേം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നമ്മൾ ഇതുവരെ സിമ്പിൾ സെല്ലിങ് കണ്ടു, ഷോപ്സ് ആൻഡ് സ്റ്റോൾസ് കണ്ടു, ട്രേഡിംഗ് ഫേം കണ്ടു. അപ്പൊ പടിപടിയായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ആവശ്യകത ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരു ഇതിലോട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മാനുഫാക്ചറിങ് ഫേം ആണ്. മാനുഫാക്ചറിങ് ഫേം എന്ന് പറയുമ്പോൾ ഇവിടെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് റോ മെറ്റീരിയൽസ് വാങ്ങിച്ച് പ്രോസസ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി, സാധനങ്ങൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് പിന്നെ അത് ട്രേഡ് ചെയ്യും. അപ്പൊ മാനുഫാക്ചറിങ് പ്ലസ് ട്രേഡിംഗ് ഉണ്ട് അവിടെ. ഒരു മാനുഫാക്ചറിങ് ഫേമിൽ മാനുഫാക്ചറിങ്ങും ട്രേഡിങ്ങും ആവശ്യമാണ്. അപ്പോൾ മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡിംഗ് ഫേമിൽ അക്കൗണ്ടിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിംഗ് ഫേമിലെ പോലെ തന്നെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ആയിരിക്കും മാനുഫാക്ചറിങ് ഫേമിൽ ആവശ്യം. ഒരു മാനുഫാക്ചറിങ് ഫേം മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി വ്യത്യസ്തമായൊരു ഫേമിനെ കുറിച്ചാണ്, ഒരു ബിസിനസ് സ്ഥാപനത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ നോക്കിയ സ്ഥലങ്ങളിലെല്ലാം ഒരു കച്ചവടം ഉണ്ടായിരുന്നു, ഒരു ഗുഡ്സ് അതിൻ്റെ അകത്ത്, അതിലൊരു കച്ചവട സാധനം അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗുഡ്സ് കൈമാറ്റം അവിടെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് സർവീസ് പ്രൊവൈഡിങ് ഫേംസിനെ കുറിച്ചാണ്. ഫേംസ് പ്രൊവൈഡിങ് സർവീസസ്. ഒന്ന് ഓർത്ത് നോക്കാം, നമുക്ക് ഏതെങ്കിലും സർവീസ് ഫേംസ് മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്നുണ്ടോ? കിട്ടിയോ? നമുക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഫേം എന്ന് പറഞ്ഞാൽ ഒരു സർവീസ് ഫേം ആണ്, അല്ലെ? ഒരു ആർക്കിടെക്റ്റിന്റെ ഫേം എന്ന് പറഞ്ഞാൽ ഒരു സർവീസ് ഫേം ആണ്. ഒരു വക്കീലിൻ്റെത് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫേം ആണ്. ഇവിടെയൊന്നും നമ്മൾ ഗുഡ്സിന്റെ കൈമാറ്റം ഉണ്ടാകുന്നില്ല, സർവീസസ് ആണ് കൊടുക്കുന്നത്. അതും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അവിടെയും നമുക്ക് അക്കൗണ്ടിങ് വേണ്ടി വരും. ഇവിടെ നോക്കൂ, ഇതൊരു സർവീസ് സ്ഥാപനത്തിന്റെ ഒരു രേഖാചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ കണ്ട സ്ഥാപനങ്ങളിലെല്ലാം, ചെറുതാകട്ടെ വലുതാകട്ടെ, മാനുഫാക്ചറിങ് ആവട്ടെ, ട്രേഡിംഗ് ആവട്ടെ, സർവീസ് പ്രൊവൈഡിങ് ആകട്ടെ, അവിടെയെല്ലാം ഏറ്റവും ബേസിക് ആൻഡ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥാപനം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് നോക്കണം. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു
സെല്ലിംഗ് പ്രൈസ് മൈനസ് പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ്. ഈ ഒരു അടിസ്ഥാന ഫോർമുല എല്ലായിടത്തും ബാധകമാണ്. നമ്മളിത് പ്രൈമറി ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണിത്. ലാഭം അഥവാ പ്രോഫിറ്റ് സമം വിറ്റ വില, ദാറ്റ് ഈസ് സെല്ലിംഗ് പ്രൈസ് മൈനസ് വാങ്ങിയ വില, പർച്ചേസ് പ്രൈസ്. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് പർച്ചേസ് പ്രൈസ്. അത് കുറച്ചുകൂടെ ജനറൽ ആയിട്ട് പറയുമ്പോൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ്. സർവീസ് സ്ഥാപനത്തിലാണെങ്കിൽ സെയിൽസിന് പകരം റവന്യൂ നമുക്ക് വരുന്ന ഫീസായിട്ടായിരിക്കും ഫീസ്. അപ്പൊ ഇൻകം മൈനസ് കോസ്റ്റ് ഓഫ് നമ്മളുടെ ഓപ്പറേഷൻസ്. ഒരു സർവീസ് സ്ഥാപനം നടത്തുന്നതിനും ഓപ്പറേഷൻസിന് അത് നടത്തിക്കൊണ്ട് പോകുന്നതിന് ചില കോസ്റ്റ് ഉണ്ട്. പിന്നെ ഓഫീസിന് വാടക കൊടുക്കേണ്ടി വരും, ഇലക്ട്രിസിറ്റി ഉണ്ട്, സ്റ്റാഫിന് ശമ്പളം കൊടുക്കേണ്ടി വരും. അപ്പം ഏറ്റവും ബേസിക് ആയിട്ട് ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഈ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് അല്ലെങ്കിൽ സെയിൽസ് മൈനസ് കോസ്റ്റ്. ഇത് ബേസിക് തത്വമാണ്. നമ്മൾ എത്ര വലിയ അക്കൗണ്ടിങ് പ്രോബ്ലംസ് ചെയ്യുമ്പോഴും ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ് പോകുന്നതെന്നുള്ളത് മനസ്സിൽ ഓർത്തിരിക്കണം. ഇതിനെ നമ്മൾ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്, ഈ ഒരു കണക്കെഴുത്ത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് എന്ന് നമുക്ക് പറയാം. ഒരു 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 സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണ്. നമ്മൾ അത് മനസ്സിലിരിക്കട്ടെ. ഓക്കെ, നമുക്ക് അടുത്ത പോർഷനിലോട്ട് കിടക്കാം. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ആദ്യമേ പറഞ്ഞു പോയി. ഇതെന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ലേൺ മീനിങ് ആൻഡ് നീഡ് ഓഫ് അക്കൗണ്ടിങ്, understand accounting as a source of information, identify the internal and external users of accounting information, explain the objectives of accounting, describe the role of accounting. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങിനെ കുറിച്ച്, അക്കൗണ്ടിങ്ങിന്റെ അർത്ഥം എന്താണ് അക്കൗണ്ടിങ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതിനെ കുറിച്ചുള്ള ഡെഫിനിഷൻസ്, അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമ്മളിപ്പോ ഇതുവരെയുള്ള നമ്മൾ കേട്ട ഒരു അറിവ് വെച്ചെങ്കിലും ഒരു ധാരണ ഉണ്ടായിരിക്കും. എങ്കിലും നമുക്കൊരു വ്യക്തമായ വെൽ ഡിഫൈൻഡ് ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചില ഡെഫിനിഷൻസിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആദ്യമായി കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് അഥവാ AICPA എന്ന് പറയുന്ന സംഘടനയുടെ, സ്ഥാപനത്തിന്റെ. നമ്മളുടെ ഇന്ത്യയില് ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ സ്ഥാപനം ഉണ്ടല്ലോ, ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അതുപോലെ ഉള്ള ഒരു സ്ഥാപനം, അമേരിക്കൻ സ്ഥാപനമാണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അവര് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. So AICPA has defined accounting as the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of financial character and interpreting the results thereof. നമുക്ക് ഇതൊരു ലെങ്തി ഡെഫിനിഷൻ ആണ്. തീർച്ചയായിട്ടും ബൈ ഹാർട്ട് പഠിക്കാൻ അത്ര എളുപ്പമായിരിക്കത്തില്ല, എങ്കിലും ഇത് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് ഒരു സ്ഥാപനത്തില് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ്, നമ്മളുടെ അതിന്റെ സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്,
കച്ചവട സ്ഥാപനമാണ്. അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ആയിരിക്കാം, പർച്ചേസ് ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ സാലറി കൊടുക്കുന്നതായിരിക്കാം, ബാങ്ക് ലോൺ എടുക്കുന്നതായിരിക്കാം, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കാം. ഈ ട്രാൻസാക്ഷൻസിനെല്ലാം ഇതിനെല്ലാം ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ളതാണ് ഈ ട്രാൻസാക്ഷൻസിനെല്ലാം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ള ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസിനെ കൊടുക്കൽ വാങ്ങുകളെയും സംഭവങ്ങളെയും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത് അതിനെ തരംതിരിക്കുക. അതാണ് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് എഴുതുക. അതിനെ വളരെ മനസ്സിലാകാവുന്ന രീതിയിൽ ചുരുക്കി എഴുതുക. കഥ പോലെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ വായിച്ച് എടുക്കാൻ ഒരുപാട് സമയവും വേണ്ടിവരും, അവ്യക്തതയും കാണും. അതുകൊണ്ട് സമ്മറൈസ് ചെയ്ത് എടുക്കുക. ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ, ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടത്ര ഗൗരവം കൊടുത്തിട്ട് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. ഓഫ് കോഴ്സ് നമ്മൾ ഈ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുന്നത് ഇൻ ടേംസ് ഓഫ് മണി ആയിരിക്കും. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എങ്കിലും അങ്ങനെ ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഒന്നുകൂടെ നമുക്ക് വായിച്ചു നോക്കാം. AICPA had defined accounting as the art of recording, classifying and summarizing എന്തിനാണ്? Transactions and events which are in part at least of financial character. ഭാഗികമായിട്ടെങ്കിലും സാമ്പത്തിക പശ്ചാത്തലമുള്ള, അതായത് സാമ്പത്തിക പശ്ചാത്തലമുള്ള സംഭവങ്ങളോ ട്രാൻസാക്ഷൻസോ ആയിരിക്കണം, ഭാഗികമായിട്ടെങ്കിലും. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസിനെ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് എങ്ങനെ ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. ഓക്കെ, അപ്പൊ ഇതിനെ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്തിട്ട് അത് ഇന്റർപ്രറ്റ് ദ റിസൾട്ട്സ് thereof. സോ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് ആ റെക്കോർഡുകളിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ച് നമുക്ക് അതിനു വേണ്ട ആക്ഷൻസ് എടുക്കാൻ ഉള്ള, തീരുമാനങ്ങൾ എടുക്കാനുള്ള, ഡിസിഷൻസ് എടുക്കാനുള്ള വിവരങ്ങൾ നമ്മൾ അതിൽ നിന്ന് ഗ്രഹിച്ച് എടുക്കേണ്ടതുണ്ട്. സോ ഇനി ഒന്നുകൂടെ വായിക്കുമ്പോൾ ഇത് മനസ്സിലാകും എന്ന് കരുതുന്നു. AICPA had defined accounting as the art of recording, classifying and summarizing in a significant manner and in terms of money. Important ആണ്. എന്തിനാണ്? The transactions and events which are in part at least of financial character and interpreting the results thereof. ഇത് AICPA കൊടുത്തത് 1941. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് വന്ന ഡെഫിനിഷൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും. നമ്മൾ കഴിഞ്ഞ ഡെഫിനിഷൻ AICPA എന്ന് പറയുന്ന സംഘടന കൊടുത്ത ഡെഫിനിഷനാണ് നമ്മൾ മനസ്സിലാക്കിയത്. That was in 1941. പിന്നീട് 1966 ആയപ്പോൾ അമേരിക്കൻ അക്കൗണ്ടിംഗ് അസോസിയേഷൻ AAA എന്ന് പറയുന്ന സംഘടന വേറൊരു ഡെഫിനിഷൻ കൊടുത്തു. അത് നമുക്കൊന്ന് നോക്കാം. So AAA defined accounting as the process of identifying, measuring and communicating economic information to permit informed judgments and decision by users of information. So accounting define ചെയ്തത് as the process of
identifying, measuring and communicating economic information to permit informed judgments and decisions by the users of information. നമ്മൾ നേരത്തെ പഠിച്ച ഡെഫിനിഷനിൽ നിന്നും വ്യത്യസ്തമൊന്നുമല്ല ഈ ഡെഫിനിഷൻ, പക്ഷേ ഇത് കുറച്ചുകൂടി സിമ്പിൾ ആൻഡ് ക്ലിയർ ആണ്. അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. എന്താണ് എക്കണോമിക് ഇൻഫർമേഷൻസ്? ഒരു സ്ഥാപനത്തിലെ എക്കണോമിക് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലുകൾ തന്നെ, പർച്ചേസസ്, ട്രാൻസാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ, അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, നമ്മളതിനെ തിരിച്ചറിയുകയും ക്ലാസിഫൈ ചെയ്യുകയും ചെയ്യുന്നു. ഐഡന്റിഫൈയിങ്, മെഷറിങ്, അതിനെ തിട്ടപ്പെടുത്തുന്നു. ഇൻ ടേംസ് ഓഫ് മണി അതിനെ തിട്ടപ്പെടുത്തുന്നു. എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു, എത്ര രൂപയുടെ കച്ചവടം നടന്നു, എത്ര രൂപയുടെ പർച്ചേസ് നടന്നു. അപ്പോൾ മെഷറിങ് എന്ന് പറയുന്നതുകൊണ്ട് ഇൻ ടേംസ് ഓഫ് മണി നമ്മൾ അതിനെ മെഷർ ചെയ്യാൻ പറ്റണം. മെഷർ ചെയ്യുന്നു, പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഫോം. റിപ്പോർട്ട് ഉണ്ടാക്കി എല്ലാവർക്കും വായിക്കാൻ കൊടുക്കുന്നതാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഐഡന്റിഫൈയിങ്, മെഷറിങ് and communicating economic information to permit informed judgments and decisions by the users of information. ഇത് വായിക്കുന്ന ആൾക്ക്, അക്കൗണ്ടിംഗ് റിപ്പോർട്ട് റെഫർ ചെയ്യുന്ന ആൾക്ക് ഈ രേഖപ്പെടുത്തി വെച്ചേക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. ഡിസിഷൻസ് എടുക്കാനുള്ള വിവരങ്ങൾ അതിൻ്റെ അകത്ത് കാണണം. ഡിസിഷൻസ് എടുക്കാനുള്ള രീതിയിലുള്ള, പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാനുള്ള രീതിയിലുള്ള വിവരങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അതിൽ കാണണം. അപ്പൊ നമുക്കിനി ഒന്നുകൂടെ വായിച്ചു പോകുമ്പോൾ സംഗതി ക്ലിയർ ആകും. So AAA defined accounting as the process of identifying, measuring and communicating economic information to permit informed judgments and decisions by the users of information. ഇത് ബൈ ഹാർട്ട് പഠിക്കണം എന്നുള്ളത് എൻ്റെ ഒരു അഡ്വൈസ് ആണ്. ഇത് ബൈ ഹാർട്ട് പഠിക്കാൻ എളുപ്പമാണ്. ഈ രീതിയിൽ എഴുതി ബൈ ഹാർട്ട് പഠിക്കുക, മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ പഠിച്ചതിലൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞു. അക്കൗണ്ടിങ് എങ്ങനെയാണ് ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ തീർച്ചപ്പെടുത്താം. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നോക്കുക, മീനിങ് ഓഫ് അക്കൗണ്ടിങ് ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. നമ്മുടെ ഡെഫിനിഷൻ പഠിച്ചതോടുകൂടി എന്താണ് മീനിങ് ഓഫ് അക്കൗണ്ടിങ്? ഈസ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ്, മെഷറിങ്, റെക്കോർഡിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് thereof the required information to the interested users. നമ്മൾ നേരത്തെ പഠിച്ച ഡെഫിനിഷൻ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി എഴുതിയിരിക്കുകയാണ്. ഇതിനെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഈ ഒരു മീനിങ് ഇതുകൂടെ കാണാതെ പഠിച്ചേക്കുക. മറ്റേ ഡെഫിനിഷന്റെ ബാക്കിയാണിത്. ആ ഡെഫിനിഷൻ തന്നെയാണ് ഈ മീനിങ്. അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ്, മെഷറിങ്, റെക്കോർഡിംഗ് the business transactions and communicating thereof the required information to the interested users. So accounting എന്ന് പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസിനെ തിരിച്ചറിയുക, ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ തിട്ടപ്പെടുത്തുക, മെഷർ ചെയ്യുകയും പിന്നെ രേഖപ്പെടുത്തുക, റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്തിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യുക ടു ദ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. അതിനെ അക്കൗണ്ടിങ് റിപ്പോർട്ടിന്റെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ഥാപനത്തിന്റെ ഓണർ ആയിരിക്കും, അതിലെ മാനേജേഴ്സ് ആയിരിക്കും, പിന്നെ അത് ഓഡിറ്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പം ഒരു സ്ഥാപനത്തിലെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്ത്, മെഷർ ചെയ്ത്, റെക്കോർഡ് ചെയ്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇത്രയുമാണ് അക്കൗണ്ടിങ് പ്രോസസ്സിന് എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണെന്ന് കരുതുന്നു, ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു
ചെറിയ പോയിന്റ് ഉണ്ട്. ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വിത്ത്, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡെഫിനിഷനിൽ നിന്നും മനസ്സിലാക്കേണ്ടതാണ്. പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വിത്ത് ഐഡന്റിഫൈയിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് എൻഡ്സ് വിത്ത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഇതൊരു ചോദ്യമായിട്ടൊക്കെ വരാവുന്നതാണ്. നമ്മൾ ഇത് വെച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഓർത്തിരിക്കുക. ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വിത്ത് ഐഡന്റിഫൈയിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് എൻഡ്സ് വിത്ത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. തീർന്നു. ഇനി ഈ പറഞ്ഞ ഡെഫിനിഷനിൽ നിന്ന് തന്നെ അക്കൗണ്ടിങ് എങ്ങനെ ഒരു സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആയിരിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. എവരി സ്റ്റെപ്പ് ഇൻ അക്കൗണ്ടിങ് പ്രോസസ്, ദാറ്റ് ഈസ് identifying business transactions, measuring business transactions, and recording business transactions generates information. ഇതിന് വിശദീകരണമൊന്നും വേണ്ടല്ലോ. ക്ലിയർ? ഓക്കെ. സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ ഈ ചാപ്റ്ററിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കൊടുത്തിരുന്ന 5 കാര്യങ്ങളിൽ 2 എണ്ണം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഏതൊക്കെയാണത്? ദാറ്റ് ഈസ് ലേൺ മീനിങ് ആൻഡ് നീഡ് ഓഫ് അക്കൗണ്ടിങ്, അണ്ടർസ്റ്റാൻഡ് അക്കൗണ്ടിങ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഐഡന്റിഫൈ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, explain the objectives of accounting, describe the role of accounting. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഇമെയിൽ ID കൊടുക്കുന്നുണ്ട്. അതിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഉടനെ തന്നെ. നമ്മൾ ഇനി ബാക്കിയുള്ള പോർഷൻസ് കൂടെ നമുക്കൊന്ന് നോക്കി പോകാം. നമ്പരും ഇമെയിലും നോട്ട് ചെയ്തോളൂ. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, ബാക്കിയുള്ള ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.